ഇവിടെ 7 പേര് വന്നിട്ടുണ്ട്. നമ്മുടെ എറണാകുളത്ത് നിന്ന് 7 പേരുണ്ട് ഇന്ന്. അന്ന് ആ കാലഘട്ടത്തിൽ ബ്രഹ്മപുരത്ത് വലിയ ഒരു അപകടമുണ്ടായപ്പോൾ അതിന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട സിവിൽ ഡിഫൻസ് അംഗങ്ങളൂടെയാണല്ലേ? അതെ അതെ, നമ്മൾ അതിലും ഉണ്ടായിരുന്നു. അതിനു മുമ്പ് പെട്ടിമുടിയിലും ഉണ്ട്, ദുരന്തത്തിലും നമ്മളുണ്ടായിരുന്നു. ഞങ്ങൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇതിലും വന്നിട്ടുണ്ട്. ഈ അന്ന് ഈ മറ്റേ എറണാകുളത്തെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാണല്ലേ? അതെ അതെ, ബ്രഹ്മപുരം ഉൾപ്പെടെ എല്ലാത്തിലും. ഈ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഒരു വലിയൊരു ദുരിത കാഴ്ചയാണല്ലേ? തീർച്ചയായിട്ടും. ഫസ്റ്റ് ഡേ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ്. പിന്നെ 2 ദിവസം മുന്നേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടങ്ങി മൂന്നാർ റെസ്ക്യൂ ടീമിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഡെഡ് ബോഡിയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ഓരോ ഭാഗങ്ങളിങ്ങനെ വീഴുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സത്യം പറഞ്ഞാൽ എല്ലാവരും ഈ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവരും ഇതെല്ലാം കണ്ടിട്ട് ഇപ്പോഴും മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആവാത്ത ആൾക്കാരാണ്. മീൻസ് നമുക്കതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാലും. ഈ ദുരിത മുഖത്ത് ഈ രക്ഷാ ദൗത്യത്തിൻ്റെയോടൊപ്പം എത്ര ദിവസമായിരുന്നു നമ്മൾ ഉണ്ടാകും എന്ന് തന്നെയല്ലേ? നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ്ങും ഇതൊക്കെ ആയിട്ടും പിന്നെ അതിനൊരു മനസ്സും വേണം. ആ മനസ്സോട് കൂടിയാ, പൂർണ്ണ മനസ്സോട് കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ വനിതാ സിവിൽ ഡിഫൻസ് ആണ് പലപ്പോഴും കയ്യിൽ വലിയ ഇതൊക്കെ ഉണ്ട്, സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളും സ്ത്രീകൾക്കും ഇതൊക്കെ സാധ്യമാവുന്ന കൂടിയല്ലേ തെളിയിക്കുന്നത്? തീർച്ചയായും. വോളണ്ടിയറിംഗിന് ഇങ്ങനെ സ്ത്രീ പുരുഷനൊന്നുമില്ല. അവനവൻ്റെ ഒരു മനസ്സിൻ്റെ വില്ലിംഗ് പവർ തന്നെയാണ് അതിൻ്റെ തീരുമാനിക്കുന്നത്. ഏത് കാര്യവും നമുക്ക് ലേഡീസിനും ചെയ്യാൻ പറ്റുന്നതാണ്. ഒരിക്കലും ഒരു ബാക്ക് ആൻഡ് പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരല്ല. എന്ത് പ്രവർത്തനത്തിനും ഇറങ്ങി നടക്കാൻ പറ്റുന്നവർ തന്നെയാണ്. ചെയ്യാം. നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ വിചാരിച്ചാൽ പറ്റും, എന്തും പറ്റും.